കളത്തിൽ നാം പൊരുതുക ധീരരായി യേശുവിൻ നാമമതേന്തി. ദൈവത്തിന് മഹത്വം. ഏവർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും വരുന്ന കർത്താവിൻ്റെ മാധുര്യ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. യെശയ്യാ പ്രവചനം 57:15 ഇപ്രകാരം നാം വായിക്കുന്നു: ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിന് മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെയും വസിക്കുന്നു. ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നമ്മിൽ വസിപ്പാൻ, അഥവാ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവ കുഞ്ഞുങ്ങളിൽ വസിപ്പാൻ ഇച്ഛിക്കുന്ന അനുഭവമാണല്ലോ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എക്കാലത്തും മനുഷ്യനും പ്രകൃതിക്കും സഭയ്ക്കും വേണ്ടിയുള്ള ദൈവീക പദ്ധതിയിൽപ്പെട്ട ഒന്നാണ് നവീകരണം എന്നത്. എന്നാൽ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ ഒട്ടും തന്നെ അനുഭവപ്പെടാത്തതായ സഭകളും വ്യക്തികളും ഇന്ന് ധാരാളം വർദ്ധിച്ചു വരികയാണ്. എന്താണ് ഇതിന് കാരണം എന്ന് നാം ചിന്തിച്ചാൽ, ആത്മീയ അനുഭവത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളും ശുശ്രൂഷാഗണങ്ങൾ പോലും ആത്മീയ വളർച്ചയ്ക്ക് അവരുടെ ആലസ്യമോ മനഃപൂർവമായ അനുസരണക്കേടോ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ തങ്ങളെ പൂർണ്ണമായി താഴ്ത്തി സ്വയപരിശോധന നടത്തുന്നില്ല എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം. യഥാർത്ഥ സുവിശേഷീകരണം അഥവാ ഉണർവ് ചില കാര്യപരിപാടികൾ ക്രമീകരിക്കുന്നതല്ല, പണം ചിലവിട്ടുകൊണ്ട് നേടാവുന്നതും അല്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥ ഉണർവിൻ്റെ മൂലധനം ദൈവം തന്നെയാണ്. പലപ്പോഴും ചില യോഗങ്ങളൊക്കെ നടത്തിയിട്ട്, മെഗാ കൺവെൻഷനുകളൊക്കെ നടത്തിയിട്ട് സ്വയം ചില അവലോകനങ്ങൾ നടത്താറുണ്ട്. എന്തുമാത്രം ആളുകൂടി, എന്തുമാത്രം പേർക്ക് എത്ര ചാക്കരി വെച്ച് വിളമ്പി എന്നിത്യാദി കാര്യങ്ങളാണ് പലപ്പോഴും മനുഷ്യൻ ഉറ്റുനോക്കുന്നത്. കുറേ ആൾ കൂടുന്നതാണ്, ആൾക്കൂട്ടമാണ് ഇന്നത്തെ ഉണർവായിട്ട് പലരും കാണുന്നത്. അതിനു വേണ്ടുന്ന പല ചെപ്പിടിയ വിദ്യകളും ചെയ്യാറുണ്ട്. ആളെ കൂട്ടാൻ ഉതകുന്ന നിലയിൽ ആരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചാൽ ആള് കൂടും, അല്ലെ ആരെ കൊണ്ടുവന്ന് കൂലിക്ക് പാടിച്ചാൽ ആള് കൂടും, ഇത്യാദി ചില ചെപ്പിടി വിദ്യകളൊക്കെ നടത്തി ഉണർവുണ്ടാക്കുവാനായിട്ട് നോക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പാവപ്പെട്ട വിശ്വാസികള് അവര് വളരെ അധ്വാനിച്ച്, അവര് രാപകൽ അധ്വാനിച്ചാണ് ഒരു കൺവെൻഷനും മറ്റും നടക്കുമ്പോൾ അവരുടെ ശരീരം കൊണ്ടും പണം കൊണ്ടും അവരധ്വാനിച്ച് പ്രവർത്തിച്ച് അതിനെ മനോഹരമാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, എന്നാൽ അതിലൊന്നും ഒരു ചെറുവിരൽ പോലും അനക്കാതെ ചിലപ്പോൾ സ്റ്റേജുകളിൽ നിന്ന് ഷൈൻ ചെയ്യുന്ന ഒരു കൂട്ടരെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കുറെ ആൾക്കൂട്ടമല്ല ഉണർവ്. സാമുദായിക പെരുന്നാളുകളിൽ, ജാതികളുടെ ഉത്സവങ്ങളിൽ, വേണ്ട ചിലരുടെയൊക്കെ പുണ്യതീർത്ഥങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പുണ്യ ഇടങ്ങളിൽ ചവിട്ടുകൊണ്ട് ആണ്ടുതോറും ചാകുന്ന ആളുകളെ നമുക്ക് കൂട്ടുവാനായിട്ട് കഴിയുകയില്ല എന്നത് പരമാർത്ഥമാണ്. നാം ചിന്തിക്കേണ്ടത്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എത്ര പേർക്ക് അനുതാപമുണ്ടായി, എത്ര പേർ മാനസാന്തരപ്പെട്ടു. നേതാക്കന്മാരിൽ പോലും മാനസാന്തരമില്ലാതെ മത്സരങ്ങളോടുകൂടി കാലുവാരലോടുകൂടി നടത്തുന്ന അനേക സുവിശേഷീകരണങ്ങളിൽ അവിടെ കർത്താവില്ല, ദൈവത്തിൻ്റെ നാമമല്ല മഹത്വപ്പെടുന്നത് എന്ന് ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. അതേ പ്രിയമുള്ളവരെ, ഒരു ഉണർവിനായി, ഒരു അനുതാപത്തിനായി, ഒരു അന്ത്യകാല ഉണർവിനും മാനസാന്തരത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ഉണർവിൻ്റെ കാലം കടന്നു വരട്ടെ, അതിനായി നമുക്ക് ആഗ്രഹിക്കാം. ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പരനേ വിശ്രാമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. പരനേ വിശ്രാമനാട്ടിൽ ഞാൻ എത്തുവാൻ
കണ്ണു